നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരെയും നോക്കുന്നേ? ആകാശക്കോട്ടയിലെ രാജകുമാരിയാണോ? നല്ല കഥയായിരുന്നു കേട്ടോ. എന്താ താൻ ഇങ്ങനെ നോക്കുന്ന? ഒന്നുമില്ല, വെറുതെ. താൻ പേടിച്ചുപോയോ? കുറച്ച്. രാജകുമാരിയെ നഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോ? അതല്ല, മുത്തശ്ശി മുറി വന്നപ്പോ. കലഹവും കൊണ്ടല്ലോ കഥയും കൊണ്ടല്ലേ മുത്തശ്ശി വന്നത്. സത്യം പറയാലോ, ഞാൻ നന്നായി ആസ്വദിച്ചു. പക്ഷേ ഞാൻ നന്നായി ഭയന്നു. എന്താ ചിരിക്കുന്നേ? വെറുതെ. താൻ കിടന്നോ? ഇനിയും കഥയും കൊണ്ട് മുത്തശ്ശി വന്നാലോ? ഏയ്, മുത്തശ്ശി ഇനി വരില്ല. ഞാൻ ഉറങ്ങിയോണ്ട് മുത്തശ്ശി എന്തായാലും ഉറങ്ങിക്കാണും. താൻ കിടന്നോ? ആദി, എന്താടോ? ഇങ്ങനെ ഹൃദയം പറിച്ചെന്ന് സ്നേഹിക്കാൻ ഒരുപാട് പേരുള്ളപ്പോ ആദ്യം എന്തിനാ എന്നെ സ്നേഹിച്ചത്? അറിയില്ല. അറിയില്ലേ? ഓരോ സ്നേഹത്തിനും ഓരോ അർത്ഥമല്ലേ പൂജ? എന്തിന് കൊള്ളാമടാ നിന്നെ കൊണ്ട്? എന്റെ കാശ് മുടിപ്പിച്ച് തെക്ക് വടക്ക് നടക്കാനല്ലാതെ. അവളെ കാണാതായിട്ട് ഇത്രയും ദിവസമായി. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റിയോ? ആണെന്ന് പറഞ്ഞ് മീശയും വെച്ച് നടന്നൊരു കാര്യമില്ല. ആണിന്റെ കരുത്ത് കാണിക്കാനും അറിയണം. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ അച്ഛാ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവന്റെ വീട് കണ്ടുപിടിച്ചില്ലേ? ഓ, വലിയ കാര്യമായി. അവിടെ പോയി അവന്റെ സൽക്കാരം സ്വീകരിച്ചു വന്നതല്ലാതെ അവൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയോ? ഞാനും ഫ്രണ്ട്സും കൂടി അവന്റെ വീട് മുഴുവൻ അടിച്ച് പെറുക്കി വെച്ചാ. അതിന് അവൻ അവളെ ഒളിപ്പിച്ചിരിക്കുന്നത് അവിടെ തന്നെയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ബോധമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യോടാ? അവൻ കുടുംബമായിട്ട് ജീവിക്കുന്നവനല്ലേ. അവന്റെ വീട്ടുകാർ അതിനെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടാ, അവൻ അവളെ വേറെ എവിടെയെങ്കിലും മാറ്റിക്കാണും. അതിനവൻ വാ തുറന്നെന്തെങ്കിലും പറയണ്ടേ? എടാ, പറയാത്തവനെ കൊണ്ട് പറയിപ്പിക്കണം. അതാ നമ്മുടെ മിടുക്ക്. അതിനെ നിന്റെ ഈ പിള്ളേരിലൊന്നും പോരാ. അവനെ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ഭേദ്യം ചെയ്യണമെങ്കിൽ അതും. ഇനി അതല്ല, അതിലും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ കൊന്നേക്കണം. നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇങ്ങനെയാണോ മകനെ ഉപദേശിക്കുന്നത്? എന്താ കുഴപ്പം? നമ്മുടെ ലക്ഷ്യം കാണാനേ നമ്മൾ എന്തും ചെയ്യും. കൊല്ലേണ്ടി വന്നാ കൊല്ലും, ഒരു തെളിവും ബാക്കി വെക്കാതെ. തല്ലാനും കൊല്ലാനും തെളിവ് നശിപ്പിക്കാനും അവൻ തെരുവിൽ കിടക്കുന്ന നാടോട് ചെക്കനൊന്നും അല്ല. ഉമാദത്തിന് IPS ബ്രദറിലോയാ. അവന് വല്ലതും സംഭവിച്ച അയാൾ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? നിന്നോട് ഞാനോട് അഭിപ്രായം ചോദിച്ചോ? ചോദിക്കാതെ എനിക്ക് പറയാം. കാരണം ഇതെന്റെ മകന്റെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാ. എന്തു ഭാവി? അതിന് ഇവൻ കൊല്ലാൻ ഞാൻ പറഞ്ഞോ? നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? അവനെ കൊല്ലേണ്ടി വന്നാലും അവളെ കണ്ടുപിടിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. നാളെ ചിലപ്പോ മായയുടെയും സീനിയുടെയും മനസ്സ് മാറിയെന്ന് വരും. അവർ മകളോടും മരുമകനോടും ക്ഷമിച്ചെന്നിരിക്കും. അപ്പോഴേ കളത്തിന് പുറത്താവുന്ന നമ്മളാ. അതിനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. ഒരു ദിവസം മുമ്പ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കണം.
എന്നേക്കുമായി. എടാ, അച്ഛൻ അങ്ങനെ പലതും പറയും. നീ നിന്റെ കാര്യം നോക്ക്. നിന്റെ ജീവിതം മറന്ന് നീ അവളെ അന്വേഷിക്കാൻ നിൽക്കണ്ട. നിനക്കേതായാലും അവളെ വേണ്ട. പിന്നെ എന്തിനായി പുകിലൊക്കെ? ഞാൻ അമ്മയോട് പറഞ്ഞോ എനിക്കവളെ വേണ്ടെന്ന്. എനിക്കവളെ വേണം, അതിനി ഏതർത്ഥത്തിലാണെങ്കിലും. എടാ, ജീവിതം എന്ന് പറയുന്നത് പണവും പ്രതാപവും മാത്രമല്ല, മനസ്സമാധാനവും സന്തോഷവും കൂടിയാ. ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നീ എങ്കിലും രക്ഷപ്പെടുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറയുക. മെഡിക്കൽ കോളേജിന്റെ പെർമിഷൻ കിട്ടാൻ നമുക്ക് വിധിയുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. അതിന് ഇത്രയും വലിയ റിസ്ക് നിന്റെ ജീവിതം വെച്ച് നീ എടുക്കരുത്. അവളെ തിരിച്ചു പിടിച്ചോണ്ട് വന്നാലും അവളുടെ മനസ്സ് സ്വന്തമാക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എനിക്കവളുടെ മനസ്സ് വേണ്ട. ഞാൻ ജീവിക്കാൻ പോകുന്നത് അവളുടെ കൈയും പിടിച്ച് പ്രേമഗാനം പാടി നടന്നല്ല, അച്ഛന്റെ സ്വപ്നങ്ങൾക്കൊപ്പം ജീവിച്ച് കാണിച്ചു കൊടുത്തോണ്ടാ. അച്ഛനെ പോലെ വലിയ ആളാവണമെന്ന് അമ്മയിലെ കൊച്ചുനാളെന്നെ ഉപദേശിച്ചത്. അമ്മയെ അനുസരിക്കാതിരുന്ന അത് ഗുരുത്വദോഷമല്ലേ? ആ, വെറുതെ എന്നെ എന്തിനാ അമ്മ പാപിയാക്കുന്നത്? താൻ എന്നെയാണോ മായ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. പിന്നെ ഈ മിണ്ടാതിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒരർത്ഥം ഇല്ലാതായി പോയില്ലേ എന്റെ ജീവിതം? അതിപ്പോ അല്ല ഓർക്കേണ്ടത്. പിന്നെ എപ്പോ ഓർക്കണം? എല്ലാം എന്റെ തലയിൽ കൊണ്ട് വെച്ചിട്ട് രക്ഷപ്പെടാന്നാണോ നിങ്ങളുടെ വിചാരം? മായ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ പറയുന്നേ? ഈ ഭാവം കണ്ടാൽ അറിയാലോ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കണം? ഇങ്ങനെ പോയാൽ നിങ്ങളല്ല, ഞാൻ അങ്ങനെ നടക്കേണ്ടി വരും. ഓഹോ, അവസരം മുതലാക്കി എന്നെ കുറ്റപ്പെടുത്താനുള്ള പുറപ്പാടാണല്ലേ? അവസരം മുതലാക്കുന്നത് നിങ്ങളല്ലേ? ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അവളെ കാണാതായ നിമിഷം മുതല് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതല്ലേ? നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളേ? ഒരച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരമ്മ എന്ന നിലയിൽ താൻ എന്ത് ചെയ്തു എന്ന് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ? ചോദിക്കേ, മറുപടി പറയാൻ എനിക്കുണ്ട്. എന്തു മറുപടിയാ തനിക്ക് പറയാനുള്ളത്? എന്റെ തിരക്കിനിടയിൽ കിട്ടിയ സമയമൊക്കെ ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഓഹോ, എന്നിട്ട് ഞാൻ ഇന്നുവരെ അത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങളൊന്നും കാണില്ല, അതാ നിങ്ങളുടെ കുഴപ്പം. അതെ, എനിക്കൊരുപാട് കുഴപ്പങ്ങളുണ്ട്. ഞാൻ കാണിച്ച ഏറ്റവും വലിയ കുഴപ്പമാണ് നമ്മൾ തമ്മിലുള്ള വിവാഹം. തിരിച്ച് ഞാനും അത് തന്നെ പറയും. പറയാൻ കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണല്ലോ ഞാൻ. എന്റെ അമ്മ അന്നേ പറഞ്ഞത് ഈ ബന്ധം നിനക്ക് പറ്റില്ല. എന്നേക്കാൾ തിരക്കുള്ള ഒരു ഭാര്യ എനിക്ക് വേണ്ടെന്ന്.